ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൈദയും കടലമാവും ഒന്നുമില്ലാതെ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പക്കവടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ, റേഷൻ കടയിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കവട ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പുതിയ ചാനലിൽ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ കുറച്ച് എറേഴ്സൊക്കെ വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി 8 മണിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് മുതലാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസിന് കിട്ടുന്ന സമ്മാനം. പിന്നെ 3 പേർക്ക് വെജിറ്റബിൾ ചോപ്പറുമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കഴിഞ്ഞ പക്കവട പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കുത്തി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ഒരു വലിയ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. കഴിഞ്ഞ പക്കവട പോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടൊരു പക്കവട ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റ് പൊടി ആയിട്ടുള്ള ആട്ടപ്പൊടിയാണ് കേട്ടോ. 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ പക്കവട ഉണ്ടാക്കിയപ്പോൾ ചേർത്ത ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഇതിലേക്കും ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ് കേട്ടോ. തൈര് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അധികം പുളിയില്ലാത്ത തൈരാണ്, പുറത്തുനിന്ന് വാങ്ങിച്ച പാക്കറ്റ് തൈരാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു മോര് പറ്റുമോയെന്ന്. മോരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കളറ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്കവടയുടെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കാം കേട്ടോ. ഇനി ഇതൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പക്കവട റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിവിടെ 1 മണിക്കൂർ നേരം മൂടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് കൈകൊണ്ട് നുള്ളിയിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ. ഞാനാണെങ്കിൽ ഇട്ട് കൊടുത്തപ്പോൾ എണ്ണ അങ്ങനെ അധികം ചൂടായിട്ടില്ലേന്നു. അപ്പോൾ നല്ല പോലെ ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നോക്കൂ, നല്ല ഗുണ്ടുമണിയായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഇട്ട് വെച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂസ് പേപ്പറിൽ ഇട്ട് വെക്കുന്നത് അത്ര നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്